ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ എല്ലാവരുടെയും ദൈവവചനവുമായി വരാൻ കർത്താവ് അവസരത്തിനെ നന്ദിയോടെ സ്തുതിക്കും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പാ, ഈ വചനം എല്ലാവർക്കും അനുഗ്രഹമാക്കുന്നതിനെ സ്തുതിക്കുന്നു. ദൈവാത്മാ ശക്തിയോട് ഓരോ ഹൃദയങ്ങളോട് ഇടപെടുന്നതോട് സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ശക്തിയോടും ബഹുനിശ്ചയത്തോടും ദൈവാത്മാവിൻ്റെ ശക്തിയോടും കൂടെ പുറപ്പെടുന്നതോട് സ്തുതിക്കുന്നു. അങ്ങാടി എന്നോട് സംസാരിക്കുന്നതുകൊണ്ട് സ്തുതിക്കുന്നു. എല്ലാം നസ്രായ യേശുക്രിസ്തു നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ മെസ്സേജിൻ്റെ ടൈറ്റിൽ ഒരുപക്ഷെ ഇങ്ങനെ പറയാം: നമുക്ക് നമ്മെ പരിശോധിക്കാം, നമ്മെ തന്നെ ശോധന ചെയ്യാം. എക്സാമിൻ അവർസെൽവ്സ് എന്ന് നമുക്ക് ഒരുപക്ഷെ ടൈറ്റിൽ പറയായിരിക്കും. നമുക്കതിനോട് ബന്ധപ്പെട്ട് ഒരു വാക്യം വായിച്ചു തുടങ്ങാം. 2 കൊരിന്ത്യർ 13 5 വാക്യം. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൗലോസ് അപ്പോസ്തലൻ ഇത് വിശ്വാസി സഭ, കൊരിന്ത്യ സഭയ്ക്കാണ് എഴുതിയത്. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യും. ഇത് നമ്മൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നാം, ഞാൻ ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവസഭയിൽ പോകുന്നു, എൻ്റെ അറിവനുസരിച്ച് ഞാൻ ദൈവിക കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നു. ഇനി ഞാൻ എന്താണ് ശോധന ചെയ്യേണ്ടത്? ഞാൻ നല്ലവനല്ലേ? ഞാൻ ഓക്കെ ആണല്ലോ, എന്ത് ശോധന? നമുക്ക് വരാം. അപ്പം അതിനോട് ബന്ധപ്പെട്ട് പൗലോസ് അപ്പോസ്തലൻ തന്നെ എങ്ങനെയായിരുന്നു തന്നെ ശോധന ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം 2 വാക്യം. 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർണ്ണബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി. ഞാനൊരു വെളിപ്പാടനുസരിച്ച് അത്ര പോലെ ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. വളരെയധികം സ്ട്രൈക്കിംഗ് ആണ്. ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്, പൗലോസ് അപ്പോസ്തലൻ കർത്താവിനെ 14 വർഷം കഴിഞ്ഞാണ് ഒരു വെളിപ്പാടനുസരിച്ച് യെരുശലേമിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ 14 വർഷം കർത്താവ് അദ്ദേഹത്തെ ശക്തമായി ഉപയോഗിച്ച വർഷങ്ങളാണ്. ജാതികളുടെ ഇടയിൽ സുവിശേഷം ഘോഷിക്കുകയും അനേക അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും കർത്താവ് കൂടെ നിന്ന സമയങ്ങളാണ്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി വായിക്കുക, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു തുണി തന്നെ എടുത്ത് വെച്ച് രോഗികൾ സൗഖ്യം. അത്രയും ശക്തമായി ഉപയോഗിച്ച സമയത്തും അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ സുവിശേഷം അറിയിച്ചു. ഈ ഒരു സിറ്റുവേഷനിലും അദ്ദേഹം തന്നെ ശോധന ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമുക്ക് നമ്മുടെ ദൃഷ്ടിയിൽ ഒരു പക്ഷെ നോക്കിയാൽ എന്തിന് ശോധന? അദ്ദേഹം കർത്താവിനെ അറിഞ്ഞു, ശക്തമായി കർത്താവ് ഉപയോഗിക്കുന്നു, ജാതികളുടെ സുവിശേഷം അറിയിക്കുന്നു, എന്ത് കർത്താവ് കൂടെ ഇരിക്കുന്നു. ഇനി എന്ത് ശോധന എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷെ ആ സമയത്തും അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ശോധന ചെയ്തു. ഇത്രയും കർത്താവ് ഉപയോഗിച്ച ഒരാൾ, ഇത്രയും കർത്താവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും കൂടെ എന്നൊരാൾ ഇങ്ങനെ ശോധന ചെയ്യുന്നുവെങ്കിൽ നാം സഭയായി നമ്മൾ എത്രയധികം ശോധന ചെയ്യേണ്ടതാകുന്നു. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങൾ എന്നെയും അനുകരിപ്പീൻ എന്ന് പറഞ്ഞ പൗലോസ് അപ്പോസ്തലൻ ഇത്രയും കർത്താവ് ശക്തമായി ഉപയോഗിച്ചിട്ടും അദ്ദേഹം തന്നെ ശോധന ചെയ്യുമെന്ന് നമുക്ക് കാണാമെങ്കിൽ നാം ഓരോരുത്തരും, നാം സഭയായി എത്രയധികം തന്നെ ശോധന ചെയ്യേണ്ടതാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്ത് ശോധന? ഞാൻ ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഞാൻ വന്നു കൈയടിച്ച് ആരാധിക്കുന്നു, ഹല്ലേലൂയ സ്തോത്രം, അറിവനുസരിച്ച് ദൈവിക കൽപ്പന അനുസരിച്ച് നടക്കുന്ന. പക്ഷെ നമ്മൾ ഒരു വശത്ത് കാണാം, പൗലോസ് അപ്പോസ്തലൻ
ഇത്രയധികം കർത്താവ് ഉപയോഗിച്ച സമയത്ത് അദ്ദേഹം വിചാരിക്കുകയാണ്, ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിക്കാൻ മറ്റുള്ളവരെ ഞാൻ ശോധന ചെയ്യിപ്പിക്കപ്പെടാൻ ഞാൻ താല്പര്യപ്പെട്ടു. അങ്ങനെയെങ്കിൽ നാം ഓരോരുത്തരും സഭയായും എത്രയധികം നാം തന്നെ ശോധന ചെയ്യേണ്ടതാകുന്നു. ഇന്നത്തെ വിശ്വാസി ടിപ്പിക്കലി വിചാരം ഉള്ളിൽ കയറും, ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ഓക്കെയാണ്. പൗലോസ് അപ്പോസ്തലൻ ഇത്രയും ശോധന ചെയ്യുകയാണെങ്കിൽ നാം ഓരോരുത്തരും സഭയായി എത്രയധികം തന്നെ ശോധന ചെയ്യേണ്ടതാകും. അപ്പം ഞാൻ ആക്ച്വലി ഇതിനോട് ബന്ധപ്പെട്ട് ചിന്തിക്കുകയായിരുന്നു. കേരളത്തിൽ ഉണർവ് വന്ന സമയത്ത് അനേകർ കർത്താവിനെ ദൈവവചനപ്രകാരം അറിഞ്ഞൊരു സമയത്ത് ദൈവാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ച്, ദൈവാത്മാവിൻ്റെ കൃപാവരങ്ങൾ ശക്തിയായി വ്യാപരിച്ച സമയത്ത് അന്നേരമാണ് സമൂവേൽ പാസ്റ്ററുടെ അപ്പനും അമ്മയും അവരൊക്കെ വിശ്വാസത്തിൽ വന്ന ആ സമയത്താണ് കൂടുതൽ അറിയത്തില്ല. പക്ഷെ സമൂവേൽ പാസ്റ്റർ കുഞ്ഞായിരുന്നപ്പോൾ ആ ഒരു കാലത്ത് ജീവിക്കാൻ ഒരു ഭാഗ്യം അദ്ദേഹത്തിന് കിട്ടി. ഞാനൊക്കെ കൂടുതലും വായിച്ചും അറിഞ്ഞും ഒക്കെ ഉള്ളൂ. ആ ഒരു ഉണർവിൻ്റെ കാലത്ത് അദ്ദേഹം ജീവിച്ചു. ഞാൻ ആ കാലവും ഈ കാലവുമായിട്ട് ചിന്തിക്കാറുണ്ട്. പ്രൈമറിലി പാസ്റ്റർ പറഞ്ഞ അനുസരിച്ചുള്ള സമയകാലം ചിന്തിക്കുന്നതാണ്. അദ്ദേഹമാണ് ആ ഉണർവിൻ്റെ കണ്ടതും. അപ്പം ഭൗമികമായി ആ കാലത്ത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് അനേക കിലോമീറ്ററുകൾ നടന്നാണ് മനുഷ്യൻ സഭായത്തിന് പൊയ്ക്കൊണ്ടിരുന്നത്. കാരണം കാറിനുള്ള പൈസയൊന്നും ഇല്ല, അന്ന് ഓട്ടോ ഒന്നും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അനേക കിലോമീറ്ററുകൾ നടന്ന് മനുഷ്യൻ സഭായോഗത്തിന് പോകുമായിരുന്നു. ഭൗമികമൊന്നുമില്ല, പൈസ വളരെ കുറവ്. സമൂവേൽ പാസ്റ്റർ 7ാം ക്ലാസ് വരെ അദ്ദേഹത്തിന് ചെരുപ്പില്ലായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞാണ്. അപ്പം അത്രയധികം ഭൗമികമായിട്ടൊന്നുമില്ല അക്കാലത്ത്. വളരെയധികം ഒന്നുമില്ല. അന്നത്തെ ദൈവിക സഭയിൽ ദൈവാത്മാവിൻ്റെ ശക്തി വളരെ വ്യാപരിച്ച സഭയിൽ വളരെയധികം പാവപ്പെട്ടവരായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അവർക്ക് ഇങ്ങനെ സഭായത്തിന് വരുന്നത് നടന്നും അവർക്ക് വീട്ടിൽ വളരെയധികം ബുദ്ധിമുട്ടും ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ ആത്മീയമായി ആൾ വളരെ സമൃദ്ധിയിലായിരുന്നു എന്ന് തന്നെ പറയാം. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? പാസ്റ്ററുടെ വാക്കുകളിൽ തന്നെ പാസ്റ്ററുടെ അപ്പൻ തന്നെ ഒരു പ്രാവശ്യം കരിമൂർക്കൻ കഴിച്ചിട്ടും ഞാൻ ടെറ്റനസ് വായിച്ചിട്ടും ഒരു മരുന്ന് പോലും എടുക്കാതെ തന്നെ അദ്ദേഹം കർത്താവിൻ്റെ രോഗസൗഖ്യം പ്രാപിക്കാൻ തക്കതായ വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മരുന്നെടുക്കണമെന്നല്ല പറയുന്നത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അളവ് അത്ര വലുതായിരുന്നു. വേറൊരു എക്സ്പീരിയൻസ് സമൂവേൽ പാസ്റ്റർ തന്നെ പറഞ്ഞ, ഒരാൾ സഭായോഗം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വന്നു, ഇത് എന്തുവാണെന്ന് കാണാൻ. അദ്ദേഹം സഭായത്തിൻ്റെ പുറത്ത് ഒളിച്ചിരുന്നു. ഒരു ദൈവാത്മാവിൻ്റെ പ്രവൃത്തി ശക്തമായി വ്യാപരിച്ചു. ഒരു പ്രവാചകൻ എണീറ്റ് അദ്ദേഹത്തിനെ പേർ ചൊല്ലി വിളിച്ച് അദ്ദേഹത്തിനോട് ദൂത് പറഞ്ഞ് അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. പ്രവചന ശുശ്രൂഷ, ദൈവാത്മാവിനുള്ള പ്രവചന ശുശ്രൂഷ വളരെ ശക്തമായി വെളിപ്പെടുകയുണ്ടായിരുന്നു. മാസ്റ്ററിന് ഇന്ന് അനേകർ അന്യഭാഷ സംസാരിക്കും, പക്ഷെ അന്ന് അന്യഭാഷ മാത്രമല്ലായിരുന്നു, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും കൂടെ ഉണ്ടായിരുന്ന സമയമായിരുന്നു. അപ്പം നമുക്കിത്രയും കാണാം. ആ ഒരു കാലം വെച്ച് നോക്കുമ്പോൾ ഭൗമികമായ ഒന്നുമില്ല. പള്ളിയിൽ പോകാൻ പൈസയില്ല, ചെരുപ്പ് മേടിക്കാൻ പൈസയില്ല. ഇത് എൻ്റെ അറിവിനാണ്. എനിക്ക് ഇതിനൊക്കെ ഭയങ്കരമാണെന്ന് എനിക്ക് തോന്നുന്നു. വീടുകളിൽ വളരെ ബുദ്ധിമുട്ടും അനേകർക്ക് ഭക്ഷണം തന്നെ കഷ്ടിച്ചുള്ള ഒരു രീതിയിലായിരുന്നു. ഭൗമികമായ ഒന്നും, ആത്മീകമായി വളരെയധികം സമൃദ്ധി അനുഭവിച്ചിട്ടുണ്ട്. ഒരു വലിയ രോഗം, കരിമൂർക്കൻ കടിച്ചാലും ടെറ്റനസ് ബാധിച്ചാലും മരുന്ന് പോലും എടുക്കാതെ രോഗസൗഖ്യം പ്രാപിക്കാൻ തക്കതായ വിശ്വാസം, അത്രയും വലിയ വിശ്വാസത്തിൻ്റെ അളവ്. സഭായോഗം ടെസ്റ്റ് ചെയ്യാൻ വരുന്നവനെ പേർ ചൊല്ലി വിളിച്ച് ദൂത് പറയാൻ തക്കതായ പ്രവചന ശുശ്രൂഷയുടെ മാനിഫെസ്റ്റേഷൻ. അന്യഭാഷ മാത്രമല്ല, അന്യഭാഷയുടെ വിവർത്തനം, ഇൻ്റർപ്രിട്ടേഷനും കൂടെ ഒരുമിച്ച് വരുന്ന സമയം. അപ്പം ഞാൻ ഇതെല്ലാം ആലോചിച്ചിട്ട് ഞാൻ ഇന്നത്തെ കാലവുമായിട്ട് നമുക്ക് പറയാം, ഭൗമികമായി ആബ്സല്യൂട്ട്ലി നോ ഡൗട്ട് വളരെയധികം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് വീടായി, കാറായി, പിന്നെ 7ാം ക്ലാസ് വരെ ചെരുപ്പ്
മേടിക്കാൻ തക്കതായ അത്രയും ദാരിദ്ര്യം ആർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ ചുരുക്കം പേർക്ക്. വീടായി കാറായി അനേകർ വിദേശത്ത് പോയി വളരെയധികം സമൃദ്ധിയായി അനേക കാറുകളായി. സഭകൾക്ക് തന്നെ കാറുകളും സഭകൾക്ക് തന്നെ നല്ല ഹാളുകളും ഭൗമികമായി വളരെയധികം സമൃദ്ധിയായി. പക്ഷെ പണ്ടുണ്ടായിരുന്ന ആത്മീക സമൃദ്ധി നമുക്കുണ്ടോ? ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഭൗമികമായി ഡെഫിനറ്റ്ലി അന്നത്തേക്കാൾ കഴിഞ്ഞും വളരെയധികം സമൃദ്ധി നമ്മൾ അനുഭവിക്കുന്നു. നമ്മൾ അനേകം അത്ര അനുഭവിക്കാത്തത് തന്നെ പഴയ തക്കതായതാണ്. പക്ഷെ അന്നത്തെ കാലത്തെ ആത്മീക സമൃദ്ധി നാം ഇന്ന് അനുഭവിക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്നത്തെ കാലത്ത് ടെറ്റൻസ് ബാധിച്ചപ്പോഴും കരിമൂർ കടിച്ചപ്പോഴും മരുന്ന് പോലും എടുക്കാതെ രോഗസൗഖ്യം പ്രാപിക്കാൻ തക്കതായ വിശ്വാസത്തിൻ്റെ അളവ് ഇന്ന് നമുക്കുണ്ടോ? അന്യഭാഷ മാത്രമല്ല, അന്യഭാഷ ഇൻ്റർപ്രിട്ടേഷനും കൂടെ വരത്തക്ക രീതിയിൽ ദൈവാത്മാവിൻ്റെ മാനിഫെസ്റ്റോ ഇന്ന് നാം സഭയിൽ കാണുന്നുവോ? ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ടെസ്റ്റ് ചെയ്യുന്നവരോ ഒരു സഭായത്തിൽ പുതുതായിട്ട് കയറിയാണെങ്കിൽ പേർച്ചൊല്ലി ഒരു ദൂത് പറയത്തക്ക രീതിയിൽ പ്രവചന ശുശ്രൂഷ ഇന്ന് വെളിപ്പെടുന്നുവോ? നാം ഭൗമികമായി സമൃദ്ധി അനുഭവിക്കുന്നു, നാം ആത്മീകമായി ദാരിദ്ര്യമാണോ അനുഭവിക്കുന്നത്? ഓ പ്രൈസ് ദൈവാത്മാ ശക്തിയായിട്ടുള്ള ഒരിക്കലും ഞാൻ പറയാം, ഭൗമികമായി നാം സമൃദ്ധി അനുഭവിക്കുന്നു. പഴയ കാലമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നാം ആത്മീകമായി ദാരിദ്ര്യം അനുഭവിക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഭൗമികമായി 100% സമൃദ്ധി. പക്ഷേ അതിനോട് ബന്ധപ്പെട്ട് പഴയ കാലഘട്ടത്തിൽ നാം ആത്മീകമായി ദാരിദ്ര്യമാണോ അനുഭവിക്കുന്നത്? പണ്ടത്തെ വിശ്വാസത്തിൻ്റെ അളവുണ്ടോ? പണ്ടത്തെ പ്രവചന ശുശ്രൂഷയുടെ മാനിഫെസ്റ്റേഷൻ ഉണ്ടോ? ഓ പ്രൈസ് ദി ലോർഡ്. പണ്ടത്തെ പോലെ അന്യഭാഷയുടെ കൂടെ വിവേചനം എന്തുകൊണ്ട് ആ വിശ്വാസത്തിൻ്റെ അളവ് നമുക്കില്ല? എന്തുകൊണ്ട് പ്രവചന ശുശ്രൂഷ ആ പഴയ അളവിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് അന്യഭാഷയുടെ കൂടെ ഇൻ്റർപ്രിട്ടേഷൻ വരുന്നില്ല? ഓ ഇതിനോട് ബന്ധപ്പെട്ട് ബൈബിളിൽ ഒരു മനുഷ്യൻ ഇതുപോലെ ഒരു റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. എൻ്റെ കോണ്ടെക്സ്റ്റ് നമുക്ക് അറിയാവുന്നതുകൊണ്ട്. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനെ, യഹോവ നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങൾ ഒക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചുള്ള അവൻ്റെ അത്ഭുതങ്ങൾ ഒക്കെയും എവിടെ? യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങൾ ഒക്കെയും എവിടെ? നാം പഴയ കാലത്ത് അനുഭവിച്ചുള്ള ആത്മീക സമൃദ്ധി എവിടെ? പഴയ വിശ്വാസത്തിൻ്റെ അളവ് എവിടെ? പണ്ട് വെളിപ്പെട്ടു വന്ന പ്രവചന ശുശ്രൂഷയുടെ മാനിഫെസ്റ്റേഷൻ എവിടെ? പണ്ട് വെളിപ്പെട്ടു വന്ന അന്യഭാഷകളുടെ ഇൻ്റർപ്രിട്ടേഷൻ എവിടെ? നമുക്കില്ലേ? നമുക്ക് ആരാധനയില്ലേ? പ്രാർത്ഥനയില്ലേ? ഉപവാസം എല്ലാം ഉണ്ട്. പുറമേ ഉണ്ടെങ്കിലും എന്തുകൊണ്ട് പഴയ ആത്മീക സമൃദ്ധി നാം അനുഭവിക്കുന്നില്ല? പുറമേ ഇതുണ്ടെങ്കിൽ ഭൗമികമായി ഡെഫിനറ്റ്ലി പണ്ടത്തെക്കാലത്തും അനേക ഇരട്ടിയായിട്ട് ഭൗമിക സമൃദ്ധി. എന്തുകൊണ്ട് പഴയ ആത്മീക സമൃദ്ധി നാം പുറമേ എല്ലാം ഉണ്ട്, പ്രാർത്ഥനയുണ്ട്, എന്തുകൊണ്ട് നാം ആത്മീക സമൃദ്ധി അനുഭവിക്കുന്നില്ല? ഗിദെയോനെ പോലെ എന്തുകൊണ്ട് നാം പഴയ കാലത്തെ ആത്മീക സമൃദ്ധി അനുഭവിക്കുന്നില്ല? ഇതിനോട് ബന്ധപ്പെട്ട് ഒരു ദേവദാസൻ പറഞ്ഞു. ഇൻഫാക്ട് ഫെയ്ത്ത് സിറ്റി എറണാകുളം ചർച്ചിലെ
ഒരു ഉപവാസ പ്രാർത്ഥന, ഈ ഉപവാസ പ്രാർത്ഥന ഇതിനൊക്കെ കുറേ മുമ്പത്തെ ഒരു ഉപവാസ പ്രാർത്ഥന ഫൈനൽ സെഷൻ അദ്ദേഹം എടുത്തു. റാന്നിയിലുള്ള അനീഷ് തോമസ് പാസ്റ്റർ. ഇതിനോട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞ് ഞാൻ ഓർക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഇതായിരുന്നു, ഒരു പ്രമുഖ ബെന്തിക്കോസ്റ്റൽ ഡിനോമിനേഷൻ്റെ ഒരു സഭ, ഒരു ചർച്ചിൽ അദ്ദേഹം പണ്ട് പോകുമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഒരു പ്രത്യേക രീതിയിൽ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി ആ സഭയിൽ വരുമായിരുന്നു. വളരെ ശക്തിയായിട്ട് ആ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി വരാൻ അത് കാണാൻ വേണ്ടി മാത്രമായിട്ട് അദ്ദേഹം പോയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ സഭായോഗം കഴിഞ്ഞിട്ട് ഒരു 10-15 കുട്ടികൾ ആ പുൽപ്പിറ്റിന് ഫ്രണ്ടിലോട്ട് വന്ന് നിൽക്കും. ദൈവാത്മാവ് ശക്തിയോട് അവരുടെ മേൽ വന്ന് അവരോരോരുത്തരും പ്രവചിക്കുന്ന ഒരു പ്രവൃത്തി ആ സഭയിൽ കാണുമായിരുന്നു. അദ്ദേഹം പറയുന്ന അതുപോലൊരു ദൈവാത്മാവിൻ്റെ പ്രവൃത്തി അദ്ദേഹം ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന്. അപ്പം അദ്ദേഹം 10-15 പേര് വന്ന് നിൽക്കുക. ഓരോ ദൈവാത്മാവ് ഓരോ കൊച്ചു പിള്ളേരുടെ മേലും വന്ന് അവർ പ്രവചിക്കും വളരെ ശക്തിയോടെ. അപ്പം അനേകർക്ക് ദൂത് കിട്ടുമായിരുന്നു, അനേകർ ദൂത് കിട്ടാൻ വേണ്ടി സഭയിൽ വരുമായിരുന്നു, അനേകർക്ക് വളരെ ഒരു ദൈവാത്മാൻ ശക്തിയോടുള്ളൊരു പ്രവൃത്തിയോടെ നടക്കുമായിരുന്നു. അപ്പം ഇന്ന് കർത്താവിൻ്റെ വിശ്വസ്തയാണ് ഈ 10-15 കൊച്ചു പിള്ളേരെ എല്ലാം കർത്താവ് മാനിച്ച് ഇന്ന് അനേകരും ലോകത്തിൻ്റെ ഓരോരോ ഭാഗത്തായിട്ട് അവർ ജീവിക്കുന്നു. കർത്താവിൻ്റെ വിശ്വസ്ത, കർത്താവിൻ്റെ സ്തോത്രം. പക്ഷേ ഇന്ന് ആ സഭയിൽ അങ്ങനൊരു പ്രവൃത്തി കാണുന്നേ ഇല്ല. അദ്ദേഹം ഇതിനോട് ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ച ഇതാണ്, ഭൗമിക നന്മകൾ കിട്ടി. ഞാൻ ചോദ്യം ചോദിച്ചായിട്ട് എൻ്റെ ഓർമ്മയിലുള്ള ഇതാണ്, ഭൗമിക നന്മകൾ കിട്ടി കർത്താവിൻ്റെ വിശ്വസ്തന്. പക്ഷെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ ഒരു മാനിഫെസ്റ്റേഷനായിട്ടുള്ള കർത്താവിനായിട്ടുള്ള നമ്മുടെ ദാഹം തണുത്തുപോയോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനൊരു മാനിഫെസ്റ്റേഷൻ അന്നുണ്ടായിരുന്നു, ഇന്നില്ല. പക്ഷേ ഓരോരുത്തരെയും കർത്താവ് മാനിച്ചു സത്യം. പക്ഷെ അതിനോട് ബന്ധപ്പെട്ടൊരു ഈ ഭൗമിക നന്മകൾ കിട്ടിയപ്പോൾ ദൈവാത്മാവിൻ്റെ പ്രവർത്തിക്കായിട്ടുള്ള കർത്താവിനായിട്ടുള്ള ദാഹം നമ്മുടെ തണുത്തുപോയോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, ഭൗമികമായി വളരെയധികം സമൃദ്ധികൾ അനുഭവിക്കുന്നു. പഴയൊരാത്മീക സമൃദ്ധി നാം അനുഭവിക്കുന്നത് ഭൗമിക നന്മകൾ കിട്ടിയപ്പോൾ, ഭൗമിക നന്മകളാൽ നിറഞ്ഞപ്പോൾ ആത്മീകമായിട്ടുള്ള കർത്താവിനായിട്ടുള്ള ദാഹം, ദൈവാത്മാവിൻ്റെ പ്രവർത്തിക്കായിട്ടുള്ള ദാഹം നമ്മിൽ തണുത്തുപോയോ? ഞാൻ പറഞ്ഞല്ലോ, പുറമേ എല്ലാം ഉണ്ട്. അപ്പോൾ ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്, വന്ന് അനേകം കൈയടിച്ച് ആരാധിക്കുന്നു. പക്ഷെ പഴയ ആത്മീക സമൃദ്ധി നാം അനുഭവിക്കുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവിനായിട്ട് ദൈവാത്മാവിൻ്റെ പ്രവർത്തിക്കായിട്ടുള്ള ദാഹം നമ്മിൽ തണുത്തുപോയോ? നമുക്കിതിനോട് ബന്ധപ്പെട്ട ഒരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 7-9 കപടഭക്തിക്കാരെ, നിങ്ങളെക്കുറിച്ച് ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ടകന്നിരിക്കുന്നു. ആ വാക്യം മാത്രമാണ്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ടകന്നിരിക്കുന്നു. നമ്മൾ ആരെ പറ്റി അങ്ങനെ പറയാതിരിക്കട്ടെ. അധരം കൊണ്ട് ആരാധിക്കുന്നു, ഹൃദയം കൊണ്ട് വിട്ടകന്ന്. നമുക്ക് പുറമെ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്, പ്രാർത്ഥന, ഉപവാസം, ദൈവചിന്തനം എല്ലാം ഉണ്ട്. പക്ഷെ അകമേ നാം നമ്മുടെ ഹൃദയം അകന്നിരിക്കുന്നു. ഭൗമിക നന്മകളാൽ നിറഞ്ഞപ്പോൾ, ഭൗമിക നന്മകൾ വന്നപ്പോൾ കർത്താവിൻ്റെ വിശ്വാസം, ആത്മീകമായ ദാഹം നമ്മിൽ തണുത്തു പോയോ? ദൈവാത്മാവിൻ്റെ പ്രവർത്തിക്കായിട്ടുള്ള കർത്താവിനായിട്ടുള്ള ദാഹം നമ്മിൽ തണുത്തു പോയോ? പണ്ടത്തെ ഭൗമിക നന്നാൻ പണ്ടത്തെ ആത്മീക സമൃദ്ധി നാം അനുഭവിക്കുന്നു. ആ വിശ്വാസത്തിൻ്റെ അളവ് നമുക്കുണ്ടോ? ആ പ്രവചന ശുശ്രൂഷയുടെ മാനിഫെസ്റ്റ് കാണുന്നുണ്ടോ? പണ്ടത്തെ പോലെ അന്യഭാഷയുടെ ഒരു ഇൻ്റർപ്രിറ്റേഷൻ നമുക്ക് കാണുന്നുണ്ടോ? ഭൗമിക നന്മകളാൽ നിറഞ്ഞപ്പോൾ ഭൗമിക നന്മകളാൽ നാം ഭക്തരായി കർത്താവിനായിട്ടുള്ള ദാഹം തണുത്തുപോയോ? ഭർത്താവിനായിട്ടുള്ള ദാഹം തണുത്തുപോയോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനെപ്പറ്റി നമുക്ക് ഹൃദയത്തിൽ ഭാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്.
പലപ്പോഴും ഒരു സങ്കടമായ ഒരവസ്ഥ ഞാൻ കാണാം. ഞാൻ വിശ്വാസി വന്നു കഴിഞ്ഞാൽ അനേകരുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. അനേകരുടെ സാക്ഷി ഒരു കോമൺ ത്രെഡ് ഇതാണ്. ആക്ച്വലി ഞങ്ങൾ അന്ന് വിശ്വാസി വന്നു, ഞങ്ങൾക്കൊന്നുമില്ലായിരുന്നു. കർത്താവ് നമ്മളെ വളരെയധികം മാനിച്ചു. ഇന്ന് ഞങ്ങളുടെ ഇന്ന മോൻ ഇന്ന ദേശത്ത സ്തോത്രം, കർത്താവ് ഞങ്ങൾക്ക് ഒന്നുമില്ലായിരുന്നു, എല്ലാം തന്നു. അനേക സാക്ഷ്യങ്ങൾ ഇങ്ങനെയാണ്. പക്ഷെ ഒരു ചോദ്യം, ഈ കർത്താവിൻ്റെ വിശ്വസ്ത, കർത്താവിന് സ്തോത്രം, യാതൊരു ഡൗട്ടുമില്ല. പക്ഷേ എൻ്റെ ഒരേ ഒരു ചോദ്യമുള്ളൂ, അന്നത്തെ പോലത്തെ ഒരു ആത്മീക സമൃദ്ധി ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നു? അന്ന് ദൈവാത്മാവിൻ്റെ പ്രവൃത്തി, ശക്തമായ മാനിഫെസ്റ്റേഷൻ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നു? അന്നത്തെ വിശ്വാസത്തിൻ്റെ അളവ് നിങ്ങൾക്കുണ്ടോ? അന്നത്തെ കൃപാവരങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഉണ്ടോ? പലപ്പോഴും ഏറ്റവും സങ്കടകരാവസ്ഥ അത് ഇങ്ങനൊരു ചിന്ത പോലും ഇവരുടെ പലരുടെ മനസ്സിൽ വരുന്നില്ല. അത് ഭൗമിക നന്മകളാൽ ഇങ്ങനൊരു ചിന്ത പോലും മനസ്സിൽ വരുന്നില്ല. വളരെ സങ്കടകരാവസ്ഥ. ആ ഒരു ഭാരം പോലും ഇല്ല, ചിന്ത പോലും ഇല്ല. ഭൗമിക നന്മകളാൽ നാം ഭക്തരായി കർത്താവിനായിട്ടുള്ള ദാഹം തണുത്തു പോയോ? ഇന്ന് പണ്ട് കാലത്തെ ഒരു ആത്മീക സമൃദ്ധി നാം അനുഭവിക്കാത്ത നമുക്ക് ഭാരമുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ ഭാരമുണ്ടോ? വളരെ സങ്കടകരാവസ്ഥ. മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആ ഒരു ചിന്ത പോലും വരുന്നില്ല. കർത്താവിനായിട്ടൊരു ദാഹമുണ്ടോ? കർത്താവിൻ്റെ പ്രവൃത്തി ഇല്ലാത്തൊരു ഭാരമുണ്ട്. ഇതിനോട് ബന്ധപ്പെട്ട് നമുക്കൊരു വേദവാക്യം, നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ വായിച്ചു. ഞാൻ വായിച്ചാണ്. അതിനവർ എന്നോട്, പ്രവാസിൽ തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിൽ അപമാനത്തിലിരിക്കുന്നു. യെരുശലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നുവെന്ന് പറഞ്ഞു. ഈ യെരുശലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നുവെന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദൈവവും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവം. എത്ര മനോഹരമായൊരു വാക്ക്. 3-ാം വാക്യത്തിൽ ഒരിക്കലും യെരുശലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. യെരുശലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. യെരുശലേമിൻ്റെ മതിലിടിഞ്ഞ് കിടക്കുന്നു. നെഹമ്യാവ് കേട്ടപ്പോൾ കരഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാരം അതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ ഭാരം ഇതായിരുന്നു. അദ്ദേഹം കരഞ്ഞത് ഇപ്പോഴത്തെ ഭൗമിക നന്മകളുടെ വർധനവ് കുറഞ്ഞതുകൊണ്ടല്ല, ഇന്ന കൺട്രിയിലെ വിസ പോളിസി സ്ട്രിക്റ്റ് ആക്കുന്നതുകൊണ്ടല്ല അദ്ദേഹം കരഞ്ഞത്. എല്ലാം കർത്താവിൻ്റെ ഇതനുസരിച്ച് പോട്ടാകുന്നു, ഭാരമാണെന്നല്ല പറയുന്നത്. പക്ഷേ യെരുശലേമിൻ്റെ മതിലിടിച്ച് കാണും അദ്ദേഹം കരഞ്ഞു. നമ്മൾ ഇന്ന് പഴയ പോലെ ആത്മീക സമൃദ്ധി അനുഭവിക്കാത്ത നമുക്ക് ഭാരമുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം പഴയ ഒരു ആത്മീക സമൃദ്ധി അനുഭവിക്കാത്ത നമുക്ക് ഭാരമുണ്ടോ? ഏറ്റവും സങ്കടമായിട്ട് ഈ അനേക ഭൗമിക നന്മകളെ പറ്റി പറയാൻ 1000 നാവുണ്ട്. എന്നാൽ പഴയ ഒരു ആത്മീക സമൃദ്ധി അനുഭവിക്കാത്ത നമുക്ക് ഭാരമുണ്ടോ? ഭൗമിക നന്മകളാൽ ഭക്തരായി കർത്താവിനായിട്ടുള്ള ദാഹം തണുത്തുപോയി. ഏറ്റവും കേട്ടോ, പലരുടെ മനസ്സിന് ഒരു ചിന്ത പോലും വരുന്നില്ല. ഭാരം സ്വന്തം ഭൗമിക നന്മകളെ പറ്റിയുള്ള ഭാരമേ ഉള്ളൂ. ഭൗമിക നന്മകളാൽ ഭക്തരായി കർത്താവിൻ്റെ നാട്ടിലുള്ള ദാഹം തണുത്തു പോകാൻ. നെഹമ്യാവിൻ്റെ ഭാരം ഇതാൽ യെരുശലേമിൻ്റെ മതിലിടിഞ്ഞ് കിടക്കുന്നു. അദ്ദേഹം ദേശത്തിൽ കരഞ്ഞു. നാം ഇന്ന് പഴയ ആത്മീക സമൃദ്ധി അനുഭവിക്കാത്ത നമുക്ക് ഭാരമുണ്ടോ? പുറമേ എല്ലാം ഉള്ളപ്പോൾ, പുറമേ എല്ലാം ഉണ്ടെങ്കിൽ
നമ്മുടെ ഹൃദയം കർത്താവിൽ നിന്ന് അകന്നു പോകാം. ഭൗമിക നന്മകളാൽ മത്തരായി നാം കർത്താവിനായിട്ടുള്ള ദാഹം തണുത്തു പോകാം. നാം ഇതിനായിട്ട് ദാഹിക്കുന്നു. പുറമെ നമുക്ക് എല്ലാം ഉണ്ട്, പക്ഷെ കർത്താവിനായിട്ടുള്ള ദാഹം തണുത്തു പോയാൽ. ഇതിനോട് ബന്ധപ്പെട്ട് കർത്താവ് പരീശന്മാരോട് പറഞ്ഞ ഒരു വാക്യം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 25-26 വാക്യങ്ങൾ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. കുരുടനായ പരീശനെ കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിനുള്ളിൽ കവർച്ച അതിക്രമം ഒന്നും ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷെ നാം പുറമേ ഉള്ളത് കൊണ്ട് നാം തൃപ്തിപ്പെട്ടു പോകും. ഓ പ്രൈസ് ദി ലോർഡ്. പുറമേ ഉണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, വാസപ്രാർത്ഥനയുണ്ട്. പുറമേ ഉള്ളത് കാണും തൃപ്തിപ്പെട്ടു പോകും. പഴയ ഒരു ആത്മീക സമൃദ്ധി അനുഭവിക്കാത്തതിൽ എന്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് ഭാരം വന്നില്ല? നെഹമ്യാവ് കരഞ്ഞു. ഞാൻ പറഞ്ഞ നെഹമ്യാവ് കരഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ഭൗമിക നന്മ ഓർത്തല്ല, അപ്പുറത്തെ കൺട്രിയിലെ വിസ പോളിസി ഓർത്തല്ല, അപ്പുറത്തെ ഭൗമിക നന്മകളുടെ വർധനവ് കുറവുണ്ടാകുന്നപ്പോൾ ജെറുസലേമിൻ്റെ മതിലടിഞ്ഞപ്പോൾ എന്തുകൊണ്ട് പഴയ ഒരു ആത്മീക സംസ്ഥ നമുക്ക് ഭാരമില്ല? ഭൗമിക നന്മകളാൽ നിറഞ്ഞ് നാം കർത്താവിനായിട്ടുള്ള ദാഹം തണുത്തുപോയോ? പുറമേ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ഹൃദയം കർത്താവിൽ നിന്ന് അകന്നു പോയോ? ഭൗമിക കർത്താവിനായിട്ടുള്ള ദാഹം നമ്മൾ തണുത്തുപോയോ? ഓ പ്രൈസ് ദി ലോർഡ്. നാം എല്ലാവരും ഭൗമിക നന്മകളാൽ നിറഞ്ഞ് ഭൗമിക നന്മകൾ നമ്മുടെ കാര്യത്തെപ്പറ്റി മാത്രം നമുക്ക് ഭാരമായോ? കർത്താവിൻ്റെ പഴയ ഒരു ആത്മിക സമൃദ്ധി അനുഭവിക്കാത്തതിൽ എന്തുകൊണ്ട് നമുക്ക് ഭാരമില്ല? ഓ പ്രൈസ് ദി ലോർഡ്. ഞാൻ ബന്ധപ്പെട്ട് വേറൊരു വാക്യം ഹഗ്ഗായി 1:9. എൻ്റെ അവസാനത്തെ ഭാഗം മാത്രം. എൻ്റെ ആലയം ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ഓരോരുത്തരും താൻ്റെ വീട്ടിലേക്ക് ഓടുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ അധികം കിട്ടുമെന്ന് കാത്തിരുന്നാൽ അത് അല്പമായി തരും. നിങ്ങളത് വീട്ടിൽ കണ്ടുവന്ന് ഞാനോ ഊതിക്കളഞ്ഞു. എന്തുകൊണ്ട്? എൻ്റെ ആലയം ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ഓരോരുത്തരും താൻ്റെ വീട്ടിലേക്ക് ഓടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ സൈന്യങ്ങൾ യഹോവയുടെ അരുളപ്പാട്. എൻ്റെ ആലയം ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ഓരോരുത്തരും താൻ്റെ വീട്ടിലേക്ക് ഓടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്നീ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. പഴയ ഒരു ആത്മീക സമൃദ്ധി ഇന്ന് നാം അനുഭവിക്കാത്ത നമുക്ക് ഭാരമുണ്ട്. അതോ നാം ഭൗമിക നന്മകളാൽ നിറഞ്ഞ് നമ്മുടെ കാര്യത്തെക്കാട്ടി മാത്രം ഭാരപ്പെടുന്നവരായി മാറി? നെഹമ്യാവ് കരഞ്ഞു. ഹഗ്ഗായി പറയുന്നു, ജെറുസലേമിന്റെ മതിലിടിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭാരം. പലപ്പോഴും ഇങ്ങനെ ചിന്ത പോലും നമ്മുടെ ഉള്ളിൽ വരുന്നില്ല. കാരണം നമ്മൾ ഭൗമിക നന്മകളാൽ മത്തരായിരിക്കുകയാണ്. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെ ചിന്ത പോലും വരുന്നില്ല. എല്ലാം കിട്ടി, ഞങ്ങൾ വന്നു, ഞങ്ങൾ ആരാധിച്ചു, ഹല്ലേലൂയ, സ്തോത്രം. സഹോദര, പഴയ ഒരു ആത്മീക സമൃദ്ധി എന്തുകൊണ്ട് നീ അനുഭവിക്കുന്നില്ല? പഴയ ഒരു ദൈവാത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻ എന്തുകൊണ്ട് നീ സഭയിൽ കാണുന്നില്ല? പഴയ വിശ്വാസത്തിൻ്റെ ആളോ ഭൗമികമായി നീ അനുഗ്രഹിക്കപ്പെട്ടു, 100% ട്രൂ, കർത്താവിന് സ്തോത്രം, കർത്താവിൻ്റെ വിശ്വസ്ത. എന്നാൽ എന്തുകൊണ്ട് നീ പഴയ പോലൊരു വിശ്വാസത്തിനാളോ പഴയ പോലൊരു ദൈവാത്മാവിൻ്റെ പ്രവൃത്തി നീ കാണുന്നില്ല? എന്തുകൊണ്ട് അതിനെപ്പറ്റി ഒരു ഭാരവും നിന്റെ ഉള്ളിൽ തോന്നുന്നില്ല? നിന്റെ ഹൃദയം കർത്താവിൽ നിന്ന് മാറിപ്പോയോ? കർത്താവിനായിട്ടുള്ള ദാഹം തണുത്തുപോയോ? അതോ ഈ ലോക നന്മകളാൽ, ഭൗമിക നന്മകളാൽ നീ മത്തരായി തീർന്നു? ഇതിനെപ്പറ്റി പൗലോസ് അപ്പോസ്തലൻ വളരെ സ്ട്രിക്റ്റായിട്ട് പറയുന്നൊരു വാക്കുണ്ട്. നമുക്കൊരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 15:19 നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടരത്രേ. ഓ, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടരത്രേ.
ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ നീ ആത്മീകമായിട്ട് അല്പം ലോ ലെവലേ ഉള്ളൂ, അത്രേ ഉള്ളൂ എന്നല്ല പൗലോസ്. സകല മനുഷ്യരും അരിഷ്ടരത്ര, സകല മനുഷ്യരും അരിഷ്ടരത്ര. നെഹമ്യാവിനെ പോലെ നമുക്കൊരു ഭാരമുണ്ടോ? പണ്ടത്തെ പോലൊരു നല്ല കാലത്തിനായി നാം ദാഹിക്കുന്നു. പണ്ടത്തെ പോലെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കുന്നു. പണ്ടത്തെ പോലെ പ്രവചന ശുശ്രൂഷയുടെ മാനിഫെസ്റ്റേഷൻ, പണ്ടത്തെ പോലെ ദൈവാത്മാവിന്റെ പ്രവർത്തിക്കാൻ നാം ദാഹിക്കുന്നു. അതോ ഇങ്ങനൊരു ചിന്ത പോലും വരാതെ, ഇങ്ങനൊരു ഭാരം പോലും നമ്മുടെ ഹൃദയത്തിൽ വരാതിരിക്കത്തീ ഭൗമിക നന്മകളാൽ നാം മത്തരായി തീർന്നു. നമ്മുടെ ഭാരം ഈ ഭൗമിക നന്മ കുറയോ ഇത് കുറേ എന്ന് മാത്രമായി പോയോ? നാം ക്രിസ്തുവിലുള്ള ഹോപ്പ്, പ്രത്യാശ ഈ ലോകത്തിൽ മാത്രമെങ്കിൽ നാം ആത്മീയമായി കുറച്ച് താഴ്ന്നവരുന്ന സകല മനുഷ്യരിലും അരിഷ്ടരത്രേ. ഓ പ്രൈസ് ദി ലോർഡ്. എന്നോട് ബന്ധപ്പെട്ട് വേറൊരു വാക്യങ്ങളെ വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 18-19 വാക്യങ്ങൾ. നാം പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു. ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയും, അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയർ, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ള ചിന്തിക്കുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയർ, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരെപ്പറ്റി ഇങ്ങനെ പറയാതിരിക്കട്ടെ. പക്ഷേ ഏറ്റവും സങ്കടമായ കാര്യം, ഭൗമിക പണ്ടത്തെ കാലത്തെ വെച്ച് നോക്കുമ്പോൾ അന്നത്തെ ആത്മീയ സമൃദ്ധി നാം അനുഭവിക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പലപ്പോഴും നാം ഭൗമിക നന്മകളാൽ മത്തരായി തീർന്നു. അതിന് ഭാരം പോൽ പുറമേയുള്ള പ്രാർത്ഥന, ഉപവാസം, ആരത്തിലെല്ലാത്തിനും നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. പക്ഷെ ഇതിനാൽ നാം തൃപ്തിപ്പെട്ട് നമ്മുടെ അകത്തെ ഹൃദയം കർത്താവിനായിട്ടുള്ള ദാഹം തണുത്തു പോയോ? നമ്മുടെ ഹൃദയത്തിൽ നാം കർത്താവിൽ നിന്ന് അകന്നു പോയോ? ഒരു ഭാരം പോലും നമുക്കില്ല. നമുക്കിപ്പോൾ എല്ലാം കിട്ടി നമ്മൾ ആരാധിക്കുന്ന ഒരു ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി നമ്മളായിപ്പോയോ? അതോ സഹോദരി പണ്ടത്തെ പോലൊരു നല്ല കാര്യം, പണ്ടത്തെ പോലെ ആത്മീക സമൃദ്ധി ആഗ്രഹിക്കുന്നു? അതോ ഭൗമിക നന്മകളാൽ നിറഞ്ഞ് നാം ഇതിനൊരു ഭാരം പോലും ഇല്ലാത്ത രീതിയിൽ നാം ഭൗമിക നന്മകളാൽ മത്തരായപ്പോ പോലീസ് പറഞ്ഞ ഒരിക്കൂടെ നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ഹോപ്പ് ഈ ലോകത്തിൽ മാത്രമെങ്കിൽ ഞാൻ സകല മനുഷ്യരും അരിഷ്ടരത്ര. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ പ്രവർത്തിക്കാൻ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. നാം സകല മനുഷ്യരും അരിഷ്ടരത്ര. ദൈവാത്മാവിന്റെ ശക്തിയായി പ്രവർത്തിക്കുന്നതോട് ശ്രദ്ധിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് മടങ്ങി വരാം. നമ്മുടെ ഹൃദയത്തിൽ എക്സ്പ്ലിസിറ്റായിട്ട് കവർച്ച അതിക്രമം ഒന്നും ഉണ്ടെങ്കിൽ കർത്താവിനായിട്ടുള്ള ദാഹം തണുത്തുപോയോ? പണ്ടത്തെ പോലൊരു നല്ല കാലത്തിനായിട്ടുള്ള ആഗ്രഹം തണുത്തുപോയോ? പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നാം അനുഭവിക്കുന്ന ആത്മീക ദാരിദ്ര്യത്തെ പറ്റി ഒരു ഭാരം പോലും ഇല്ലാത്തക്ക രീതിയിൽ നാം നമ്മുടെ ഭൗമിക നന്മകളിലോട്ട് നമ്മുടെ ഫോക്കസ് മാറിപ്പോയോ? ഓ പ്രൈസ് ദി ലോർഡ്. ഏറ്റവും സങ്കടമായ ഒരിക്കലും പലപ്പോഴും ആൾക്കാർക്കൊരു ചിന്ത പോലും ഇല്ല. നമ്മൾ വാസിച്ച് ഭൗമിക നന്മ കിട്ടി, സ്തോത്രം, എന്നൊരു ഫോൾസ് പഴയ പോലെ വിശ്വാസത്തിൻ്റെ അളവ് നമുക്കുണ്ടോ? പഴയ പോലെ ദൈവാത്മാവിൻ്റെ പ്രവചന വെളിപ്പെടുന്നു. പഴയ പോലെ കൃപാവരങ്ങൾ ഇതൊന്നും ഇല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ഭാരം പോലും തോന്നാത്ത രീതിയിൽ നെഹമ്യാവ് നമ്മൾ കണ്ടു. യെരൂശലേമിൽ അതേ കരയുവാണ്. ഭാരം പോലും തോന്നാത്ത രീതിയിൽ നമ്മുടെ കണ്ണ് ഈ ലോകത്തിലെ നന്മകളിലോട്ട് മാറിപ്പോയോ? നമുക്ക് നമ്മുടെ ഉള്ളിൽ എക്സ്പ്ലിസിറ്റ് പാപങ്ങൾ ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഭൗമിക നന്മകളാൽ മത്തരായി കർത്താവിനായിട്ടുള്ള ദാഹം നമ്മിൽ തണുത്തു പോയോ? നമുക്ക് സന്നിധിയിലോട്ട് മടങ്ങി വരാം. കർത്താവിനായിട്ടൊരു ദാഹം നമുക്കില്ലെങ്കിൽ നാം ദൈവപ്രവൃത്തി കാണണമെന്നില്ല, യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ കർത്താവിനായിട്ടൊരു ശരിയായ ദാഹമുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹം അത്ര അറിവില്ലെങ്കിലും വലിയൊരു ദൈവപ്രവൃത്തി നമുക്ക് കാണാം. അതിനുള്ള എക്സാമ്പിൾസ് ഞാൻ പറയാം. ഇവാൻ റോബർട്ട്സ് ഒരു ദൈവദാസനുണ്ടായിരുന്നു. അന്ന് പെന്തിക്കോസ്തിൻ്റെ വെളിപ്പാട് വരാത്ത കാലം. അന്ന് അദ്ദേഹം പെന്തിക്കോസ്തിന് വെളിപ്പാട് വന്നിട്ടില്ല.
ഒരു മെത്തഡിസ്റ്റ് സഭ, അതായത് ഒരു ഏകദേശം ഒരു CSA പോലത്തെ സഭയെന്ന് നമുക്ക് പറയാം. അദ്ദേഹം കർത്താവിനായിട്ട് ദാഹിച്ച് അദ്ദേഹം ദൈവസന്നിധിയിൽ കരഞ്ഞു. അറിവനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ദേശത്തിനായി കരഞ്ഞു. ലോകം കണ്ടിട്ടുള്ളേക്കും ഏറ്റവും വലിയ ഉണർവിൽ ഒന്നായിട്ട് വെയിൽസ് ദേശത്ത് വന്നു കർത്താവിനായിട്ടുള്ള ദാഹം. ജോൺ സ്റ്റോട്ട് ആണോ ജോൺ നോക്സ് ആണോ ഞാൻ ഓർക്കുന്നത്. അദ്ദേഹം സ്കോട്ട്ലൻഡ് എന്ന ദേശത്തിനായി ദൈവത്തിൻ്റെ ദാഹത്തോടെ നിന്നു. സ്കോട്ട്ലൻഡിൽ വലിയൊരു ദൈവപ്രവൃത്തി വന്നു. അതുപോലെ തന്നെ സെയിൻറ്റ് പാട്രിക്, എനിക്ക് കാത്തലിക്സ് ഒരു സെയിൻ്റ് ആക്കി ദേശം അയർലാൻഡ് എന്ന ദേശത്തിന് വേണ്ടി പിടിച്ചു. അയർലാൻഡിൽ ദൈവപ്രവൃത്തി വന്നു. ഭൗമിക നന്മകളാൽ മത്തി ദൈവപ്രവൃത്തിക്കുള്ള ആഗ്രഹം നമ്മിൽ തണുത്തു പോയോ? നമ്മുടെ ദൃഷ്ടി വെറും ഈ ലോകത്തിലായി മാറിപ്പോയോ? നെഹമ്യാവിനെ ഒരു ഭാരം പോലും വരാത്തക്ക രീതിയിൽ ഭൗമിക നന്മകളാൽ നാം മത്തരായി നമുക്ക് ദൈവസന്നിധിയിലോട്ട് മടന്നു വരാം. കർത്താവെ, പലപ്പോഴും പുറമേ ഉള്ളതിൽ ഞാൻ സാറ്റിസ്ഫൈഡായി അകമയുള്ള അങ്ങയുടെ ദാഹം എന്നിൽ തണുത്തു പോയിട്ടുണ്ട്. ഞാൻ അങ്ങയുടെ പുറമേ പാപങ്ങളൊന്നും ഇല്ലെങ്കിലും അകമേ ദൃഷ്ടിയെല്ലാം ഭൗമിക നന്മകളോട്ടായിപ്പോയിട്ടുണ്ട്. ഞാൻ അങ്ങയുടെ സന്നിധിയിലോട്ട് പണി അങ്ങേക്കായൊരു ദാഹം തരുമാറാണെ പ്രാർത്ഥിക്കും. പഴയ പോലൊരു നല്ല കാലം നമുക്ക് വേണം. പണ്ട് സഭയിൽ എന്തുണ്ടായിരുന്നോ അതിലും അത്യന്തപരമായിട്ട് ദൈവപ്രവൃത്തി ഞങ്ങൾ കാണണം. പലപ്പോഴും ആ ഒരു ഭാരം ഇല്ലാത്ത രീതി, ആ ഒരു ദാഹം ഇല്ലാത്ത രീതിയിൽ നമ്മളെ ഹൃദയം തണുത്തു പോയി ഈ ലോക നന്മകളാൽ നാം മത്തരായിത്തീർന്നത് ഞാൻ ഏറ്റുപറയുന്നു. അങ്ങേക്കായൊരു ദാഹം വേണം. അങ്ങയുടെ ദൈവപ്രവൃത്തി ചോദിക്കുന്നതിൽ നിനക്ക് അത്യന്തപരമായിട്ട് കാണണം. അങ്ങ് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ വലിയ ദൈവപ്രവർത്തിക്കാൻ നന്ദി പറയുന്നു. നസ്രാനെ യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.